ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന എയർ പൊല്യൂഷനാണ്. പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് ബാഗുകൾ, പ്ലാസ്റ്റിക് ബോട്ടലുകൾ ഇവ നിരന്തരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി കടയിൽ പോയാൽ പോലും നമ്മളൊരു ഒരു പ്ലാസ്റ്റിക് കവർ വാങ്ങിയിട്ട് നമ്മൾ പോരുന്നത്. പക്ഷെ ഇത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുക മാത്രമല്ല, അതുകൊണ്ട് നമുക്ക് ക്യാൻസർ വരെ വ്യാപിക്കുന്നുണ്ട്. ഇപ്പൊ വീടുകളിലൊക്കെ പലപ്പോഴും ഞാൻ വീടുകളിൽ പോയാൽ കണ്ടിട്ടുണ്ട്, പരിസരങ്ങളിലൊക്കെ എത്ര പറഞ്ഞിട്ടാണെങ്കിലും ആളുകൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ദൂഷ്യഫലം ആർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം പ്ലാസ്റ്റിക്കിൽ നിന്നുണ്ടായി വരുന്ന ഡയോക്സിൻ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിന് ഫ്യൂറൈൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെ അതുമാതിരി തന്നെ മെർക്കുറി, ഇതൊക്കെ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസനാളത്തിന് നേരെ കേടുപറ്റുകയും നമ്മളെ ശരീരത്തിലെയും കരളിനെയും ബാധിച്ച് അവ മാരകമായിട്ടുള്ള ലിവർ ക്യാൻസർ, പലതരത്തിലുള്ള ക്യാൻസറിന് ഇടവരുത്തുന്നുണ്ട്. പലവരും പാലൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിക്കുകയാണെങ്കിൽ ആ പാല് പലപ്പോഴായിട്ട് ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ അതിന്റെ കവർ അടുപ്പത്തേക്ക് ഇടും. അതിൽ നിന്ന് വരുന്നൊരു പുക, നാം പലപ്പോഴും പുക വരുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിന്ന് പ്ലാസ്റ്റിക് ഉണ്ടായി വരുന്നിട്ടുള്ള ഇത് നോക്കി അങ്ങ് ഗൂഗിൾ പോയാൽ തന്നെ കാണും. ഗൂഗിൾ പോയി WHO റെക്കമെൻഡേഷൻ പ്രകാരം ഈ നിറവും ഗന്ധവും ഇല്ലാത്ത ഈ കാർബൺ മോണോക്സൈഡ് മാരകാണ്. അത് പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഇനി പ്ലാസ്റ്റിക് മാരകമാണെന്ന് മാത്രമല്ല, പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നാം ധാരാളം ഈ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്രൂഡ് ഓയിൽ തന്നെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ 1 കിലോ പ്ലാസ്റ്റിക് സാധാരണയായി ഉണ്ടാക്കുമ്പോൾ 1.9 മുതൽ 2.9 3 കിലോ വരെ നമുക്ക് പെട്രോൾ ഡീസൽ ആവശ്യമാണ്. ആലോചിച്ച് നോക്കത്. നമ്മൾ വാഹനം ഉപയോഗിക്കുമ്പോൾ മാത്രം. എന്നാൽ പ്ലാസ്റ്റിക് കത്തുമ്പോഴും അതിൻ്റെ അകത്ത് നിന്ന് പലതരത്തിലുള്ള വാതകങ്ങൾ ഉണ്ടാവും. 2 രീതിയിൽ എഫക്റ്റാണ് ചെയ്യുന്നത്. ഒന്നാമത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ അത് വെയിൽ കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ധാരാളം വിഷവാതകങ്ങൾ ഉണ്ടായി വരും. രണ്ടാമത് അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മൾ ധാരാളം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ക്രൂഡ് ഓയിൽ കത്തുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലേക്ക് ധാരാളം വിഷവാതകങ്ങൾ എത്തിപ്പെടുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ 9 മില്യൺ ഒരു സെക്കൻഡിൽ 9 മില്യൺ ടണ്ണ് ക്രൂഡ് ഓയിൽ കത്തിച്ചു പോകുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. നമ്മൾ ആലോചിച്ച് നോക്കൂ അതിൻ്റെ ഒരു ഗൗരവം. നമ്മൾ ആരും അത്ര ഗൗരവത്തിലെടുക്കില്ല. ലോകമാസകലം 200-250 ബില്യൺ ടണ്ണോളം കാർബൺ ഈ പ്ലാസ്റ്റിക് കവർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രൂഡ് ഓയിൽ കത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഫലമായിട്ട് അന്തരീക്ഷത്തിലെ ഒരു 3-4% കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ അന്തരീക്ഷ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായിട്ടുള്ള വിഷവാതകങ്ങൾ, പിന്നെ മരത്തിന് ഹരിതവാതകങ്ങൾ ഒക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടായി വരുന്നുണ്ട്. നമ്മളത് നിസാരമായിട്ടാണ് കാണുന്നത്. നമ്മൾ കൂടാതെ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് നമ്മൾ അറിയാതെ നമ്മളെ വയറിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കുന്നില്ല. നമ്മളിപ്പം ഇപ്പം വെള്ളം വരുന്ന പ്ലാസ്റ്റിക്കിന്റെ കയറ് പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ട്. ഈ കയറ് നിരന്തരം പൊട്ടി 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 അതിൽ നിന്ന് സാധനങ്ങളൊക്കെ വെള്ളത്തിലേക്ക് വീണ് അവ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ട് നമ്മളെ വയറിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. പിന്നെ മാത്രമല്ല, പ്ലാസ്റ്റിക് കടലിലെത്തുന്ന മൂലം പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കഷ്ണങ്ങൾ മീനുകൾ കഴിക്കും. ആ മീനുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കും രോഗമുണ്ടായി വരുന്നുണ്ട്. അത് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ മീനുകളെയാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ നമുക്ക് അതുവഴി രോഗങ്ങൾ, കടലിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മളെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന ഒരു ഘടകമാണ്. എത്ര മിനിറ്റ് ഉണ്ട് മോളെ? അയ്യോ, മോൾ അവിടെ പോയിന്ന് വായിച്ച്. എത്ര മിനിറ്റ് ഉണ്ട്?